നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ഡോക്ടർ ശിവപ്രസാദ്. ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകികളെ കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജി വന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. ശക്തമായ നിരീക്ഷണങ്ങളാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസിൽ നടത്തിയിരിക്കുന്നത്. CBI അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ സർക്കാരിനോടും CBIയോടും നിലപാട് തേടിയിരിക്കുന്നു കേരളത്തിന്റെ ഹൈക്കോടതി. മറുവശത്ത് പോലീസിന് നേർക്ക് ശക്തമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിൽ ഹൈക്കോടതി വെച്ചിരിക്കുന്നത്. കേസ് ഡയറി അടിയന്തരമായി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ വിശദമായ വാദം ഡിസംബർ 9 കേൾക്കും. ഡിസംബർ 6 കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. ഈ ഹർജിയിൽ അന്തിമവാദം കഴിഞ്ഞ് കോടതിയുടെ വിധി വരുന്നതുവരെ ഫൈനൽ റിപ്പോർട്ട്, അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. നവീൻ ബാബുവിന്റെ കൊലപാതകം തെളിയുന്നതിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണോ ഇത്? എന്താണ് അങ്ങയുടെ ഒരു ഉറപ്പായി? കാരണം ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ദിനങ്ങളിലാണ് അവസാന ആശ്രയമായി കോടതി ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെയാണ് ഒരു CBI അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ സത്യം തെളിയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ നടപടിക്രമമാണ് കോടതിയുടെ ചോദ്യങ്ങൾ. കൃത്യമായി തന്നെ നിലപാട് അറിയിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBIയോട് നിലപാട് ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ചില ശക്തമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു അന്വേഷണം കൃത്യമായ ദിശയിൽ കൂടിയല്ല കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാൻ കാരണമെന്തേ? പിന്നെ ഇതൊരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണമെന്തേ? ആദ്യഘട്ടങ്ങളിൽ തന്നെ കോടതി ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായും വിശദമായ വാദത്തിന് പോകുന്നതിന് മുമ്പായി നല്ല നല്ല ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇത് കോടതിയുടെ ഭാഗത്തു നിന്ന് എന്താണോ സംഭവിക്കേണ്ടത്, എന്താണോ ചോദിക്കേണ്ടത്, കൃത്യമായി തന്നെയാണ് ഹൈക്കോടതി ഇതിനകത്ത് ആദ്യ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് വിശദമായ വാദം കേൾക്കുമ്പോൾ ഈ നിലപാട് അറിഞ്ഞതിന് ശേഷം ഇത് CBIയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉറപ്പായും കാണുന്നത്. കോടതിയുടെ ആ ചോദ്യത്തിന്റെ ശക്തി, ഇതൊരു ആത്മഹത്യ എന്നല്ലേ പുറത്തു വന്നത്? ഇതായിരുന്നു കോടതി ഹർജിക്കാരോട് ചോദിച്ചത്. അത് നമ്മുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഒരു ചോദ്യമാണ്. ആത്മഹത്യ എന്നല്ലേ പുറത്തു വന്നത്? ആത്മഹത്യ എന്ന നിലയിൽ ഈ നവീൻ ബാബുവിന്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം പുറത്തു വരാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇതൊരു ആത്മഹത്യ എന്ന തരത്തിൽ വാർത്തകൾ രചിക്കപ്പെട്ടത്. എന്തിന് PP ദിവ്യയുടെ ജാമ്യം നൽകാൻ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ വാദിച്ചതും നവീൻ ബാബുവിന്റെ ആത്മഹത്യയും PP ദിവ്യയ്ക്ക് മേൽ ചാർത്തപ്പെട്ട ആത്മഹത്യാ കുറ്റവുമാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ്, പ്രോസിക്യൂഷൻ എല്ലാവരും നവീൻ ബാബുവിൻ്റെതൊരു ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തുന്നു ഒരു വശത്ത്. മറുവശത്ത് ഒരു ദുരൂഹമായ മരണം നടന്നതിന് തൊട്ടു പിന്നാലെ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ ദുരൂഹ മരണത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഒട്ടും മെനക്കെടുന്നില്ല. പകരം നവീൻ ബാബു കൈക്കൂലി മേടിച്ചിരുന്നോ, പ്രശാന്തനുമായിട്ട് എന്താണ് ഇടപാടുകൾ, നവീൻ ബാബു നേരത്തെ വിജിലൻസ് ഓഫീസിൽ പോയിരുന്നോ, ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ മാത്രം അന്വേഷണം കൊണ്ടുപോകുന്നു. അതിനപ്പുറം നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിന് ഇറക്കിവിട്ട ആ ഡ്രൈവർ ഷംസുദ്ദീനെ പോലും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തില്ല. CCTV ദൃശ്യങ്ങളൊന്നും പരിശോധിച്ചില്ല. കേസ് പൂർണ്ണമായും അട്ടിമറിച്ചു എന്ന് കേരളത്തിന് ബോധ്യം വന്ന നിമിഷങ്ങളായിരുന്നു. അതിന്റെ പ്രതിഫലനം ഉപതെരഞ്ഞെടുപ്പിൽ വരുമെന്ന പിണറായി വിജയനും MP ഗോവിന്ദനും കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അങ്ങ് നിയോഗിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിച്ച ആ ചെറു പോലീസ് സംഘത്തെക്കാൾ ഭയാനകമായ തലത്തിലാണ് പിന്നീട് നീങ്ങിയത്. നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തില്ല. അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്നത് അവിടെ നിൽക്കട്ടെ, പരിശോധിച്ചു എന്ന പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. വളരെ ഒരു ഭ്രാന്തമായ നിലയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നവീൻ ബാബു എന്ന് പറഞ്ഞാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള മാനസികമായ നിലയിലായിരുന്നു എന്ന് കേരളത്തെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടന്നത്. അതിലപ്പുറത്തേക്ക് ഒരു കൊലപാതകത്തിന്റെ സംശയം നീളുന്ന തരത്തിൽ ഒരുവിധ അന്വേഷണവും അവർ നടത്തിയില്ല. കൃത്യമാണ്
അതുകൊണ്ട് തന്നെ മഞ്ജുഷ വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് പിന്നീട് തന്റെ ഭാഗം നീക്കിയതെന്ന് വ്യക്തമാവുകയല്ലേ? ഉറപ്പായും സാമാന്യ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും കോടതി ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുക വഴി ഇത് ഒന്നുകൂടി ആവർത്തിക്കുകയായിരുന്നു. കൃത്യമായി തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, ഇത് ആത്മഹത്യ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്തേന്ന്. അപ്പോൾ സ്വയമൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യ ദിനം മുതൽ, ആദ്യ നിമിഷം മുതൽ ഇതിനെ ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കാം, ഈ ഒരു തെളിവുകൾ നശിപ്പിക്കാം, ഈ തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. ഒരു SHOയുടെ നേതൃത്വത്തിൽ ഈ കളക്ടറുടെ മൊഴിയെടുക്കാൻ എന്ത് സാഹചര്യത്തിലാണ് ഒരു SHOയ്ക്ക് അവിടെ കടന്നു കയറാൻ കഴിയുക? കളക്ടറുടെ റൂമിൽ പെർമിഷൻ വാങ്ങിച്ച് മാത്രം കടന്നു ചെല്ലാൻ കഴിയുള്ള അധികാരം, അത്രയ്ക്കുള്ള അധികാരം മാത്രമുള്ള ഒരു SHO അദ്ദേഹം അവിടെ ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അപ്പോൾ ഇങ്ങനെയുള്ളത് തുടങ്ങി ഈ SITയുടെ ഈ ഓരോ മുന്നോട്ടുള്ള പോക്കും കൃത്യമായി ഓരോരോ കാര്യങ്ങളെ ഇവരെ PP ദിവ്യ അന്ന് നമ്മൾ പറയുന്നില്ല, PP ദിവ്യയ്ക്ക് ഉപരിയായി മറ്റാരെങ്കിലും ഇതിനകത്ത് പ്രതിപട്ടികയിൽ ഉണ്ടോ എങ്കിൽ, ഇനി ഇടം പിടിക്കാനുണ്ടോ എങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ PP ദിവ്യയെ ചേർത്ത് പിടിക്കുന്നത്. മാത്രമല്ല എന്നിട്ട് പാർട്ടി ബോധപൂർവം തന്നെ സാമാന്യ ജനങ്ങളിലും ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വളരെ ബോധപൂർവം കരുതിക്കൂട്ടി ഇങ്ങനെയുള്ള എത്രയോ സംവിധാനങ്ങൾ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെയാണ് 2 മന്ത്രിമാരെ അവിടെ അയപ്പിച്ചിട്ട് അവർ കൃത്യമായി അവിടെ നിന്ന് കണ്ണീർ വാർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ 2 മന്ത്രിമാരും പിന്നീട് ഇപ്പൊ ഒന്നും മിണ്ടാട്ടമില്ല. അപ്പൊ ആ കണ്ണീരിനെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥവത്തായ കണ്ണുനീരാണ് അന്ന് അവരോട് ഒഴുക്കിയത് എങ്കിൽ ഇന്നിപ്പോ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിൽക്കുകയാണ് അവർ. പിന്നെ ചെറിയൊരു സംശയം അന്ന് മുതൽക്ക് നമ്മൾ മലയാളി വാർത്ത എപ്പോഴും ഇത് തുടക്കം മുതൽക്ക് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയവും നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ചില ആൾക്കാരെ പ്രതിപട്ടികകൾ ചേർക്കേണ്ടതുണ്ട്. അത് നവീൻ ഈ നമ്മുടെ പ്രശാന്തനോ അല്ലെങ്കിൽ കളക്ടറെ ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, ഇനി ഈ നവീൻ ബാബു അവിടെ ചെന്ന് കളക്ടറെ ചേംബറിൽ കയറി ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു. ഉറപ്പായും ഞാൻ പറയുന്നു, ആ ചേംബറിൽ കയറ്റി വിടുമ്പോൾ അവിടെ ഒരു ക്ലാസ് 4 ജീവനക്കാരുണ്ടാവും. അടിയന്തരമായി അയാളെ ഈ പട്ടികയിലേക്ക് ചേർത്തിട്ട് സാക്ഷി ആയിട്ട് ചേർത്തുകൊണ്ട് അയാൾക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. ആ ഒച്ചയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അയാളുടെ മുഴുവനും എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരാളുടെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ മുനീശ്വർ കോളേജ് കേരളം ഒട്ടാകെ ഇപ്പം ഈ ക്യാമറകളുണ്ട്, ഒന്നും അന്വേഷിക്കാതിരിക്കുക. അപ്പൊ കോടതി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കൂടി വ്യക്തമാക്കിയത് ഇത് ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടുന്നു എന്ന് പൊതുജനങ്ങളെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം കോടതിക്ക് കൂടിയുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് കോടതി കൃത്യമായും ഒരു 3-4 ചോദ്യങ്ങൾ കൃത്യമായും ഫ്രെയിം ചെയ്ത് ഇത് അവരോട് ചോദിച്ചത്. ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായും തന്നെ ഇത് ഈ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നതെന്ന് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ പുരോഗതി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ മനോരമ ഒരു വിവരാശം ചോദിച്ചിരുന്നവരോട്, അപ്പോൾ അന്വേഷണ പുരോഗതിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് വിവരാശം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഒരു ക്രമക്കേടിലേക്കാണ് ഇത് ചൂണ്ടുന്നത്. നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ വലിയ വാർത്തയായിരുന്നു. നമുക്ക് ഒരുപാട് നടുക്കമുണ്ടായി. ഒരു ADM ആണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ എനിക്ക് ആദ്യം പുറത്തു വന്ന ഈ ചാനൽ വാർത്തകൾ കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം തോന്നി. കാരണം എവിടെയൊക്കെ പൂരിപ്പിക്കപ്പെടാത്ത ചില കണ്ണികൾ. ഞാൻ ഈ വാർത്തകൾ നൽകിയ പ്രമുഖ മാധ്യമങ്ങളുടെ ആ ലേഖകരെ ഒന്ന് വിളിച്ചു. എനിക്ക് പരിചയമുള്ള 1-2 പേരെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യ എന്ന് ഉറപ്പിച്ച് വാർത്ത കൊടുക്കാൻ എന്താണ് കാരണം? അത് പോലീസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോലീസ് എങ്ങനെ പറഞ്ഞു? ഇല്ല, അവര് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ആത്മഹത്യ എന്ന് പോലീസ് പറഞ്ഞു. ഇവിടെ പാർട്ടിക്കാരൊക്കെ അതാണ് പറയുന്നത്. ഇതാണ് ആദ്യ പ്രതികരണം. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് സംശയം തോന്നി. ഞാൻ മറ്റ് ചില ഈ കേസൊക്കെ അന്വേഷിക്കുന്ന 1-2 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതൊരു ആത്മഹത്യ എന്ന നിലയിൽ ഇപ്പോൾ വാർത്ത കൊടുക്കുന്നതിൽ യുക്തികേടുണ്ട്. ഇതൊരു ദുരൂഹ മരണം, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നാണ് വാർത്ത കൊടുക്കേണ്ടത്. എല്ലാവരും ആത്മഹത്യ എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ സംശയം ബലപ്പെട്ടു. ഞാൻ പിന്നീട് ഈ വാർത്തകളുടെ ഒരു ഉള്ളറകളിലേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ഷംസുദ്ദീൻ കൊണ്ടുപോയി വഴിയിൽ ഇറക്കി വിടുന്നു, കാസർഗോഡ് നിന്നുള്ള ഒരു സുഹൃത്ത് അവിടെ വരുമെന്ന് പറയുന്നു. പിന്നെ ഈ ഷംസുദ്ദീൻ ഇത്ര വലിയ ഒരു പ്രശ്നം നടന്ന ADMന്റെ യാത്രയയപ്പ് യോഗത്തിലെ ഈ വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയി. വൈകുന്നേരം 7 മണിയായപ്പോഴേക്കും എല്ലാ ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രസംഗം, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ PP ദിവ്യ സംസാരിക്കുന്ന അധിക്ഷേപ പ്രസംഗം വലിയ വൈറലായി കഴിഞ്ഞു. ഇത്ര വൈറലായി അധിക്ഷേപ പ്രസംഗങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ വഴിയിലിറക്കി വിട്ട് ഒരു ഡ്രൈവർ വെറുതെ അങ്ങ് വീട്ടിൽ പോകില്ല. ഒന്ന്, ഈ ഡ്രൈവർ വിളിച്ച് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറയും, എന്താണെന്ന് അറിയില്ല, അദ്ദേഹം വഴിയിലിറങ്ങി എന്ന് പറയും. അവര് ഇദ്ദേഹത്തെ വിളിക്കും, ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലും, സുഹൃത്തുക്കൾ ചെല്ലും. കാരണം ഒറ്റയ്ക്ക് വിടത്തില്ല. സാധാരണ ഒരു മനുഷ്യനെയും ഇത്തരം ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് എന്തു സംഭവിക്കില്ല, അനുവദിക്കത്തില്ല.
അപ്പോൾ ഈ ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കിയത് പിറ്റേ ദിവസം രാവിലെ ഈ നമ്മുടെ ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ മഞ്ജുഷയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു ചോദിക്കുന്നു. ട്രെയിനിൽ വന്നില്ല എന്ന് പറയുമ്പോൾ ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഡ്രൈവറെ വിളിക്കുന്നു. ഷംസുദ്ദീൻ നേരെ പാഞ്ഞിരുന്ന ക്വാർട്ടേഴ്സിലേക്കാണ്. ഇയാൾക്ക് എങ്ങനെ അത്ര ഉറപ്പ് ഇദ്ദേഹം ക്വാർട്ടേഴ്സിലുണ്ടെന്ന്? 6:15 ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. ഇയാൾ അകത്ത് കിടക്കുന്നില്ല. പകരം അടുത്തുള്ള എഞ്ചിനീയറെ വിളിച്ചു. എന്നിട്ട് എഞ്ചിനീയറോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും ഇപ്പൊ കിടക്കണ്ട, ഒരാളെയും കൂടെ വേണം എന്ന് പറഞ്ഞ് ഈ ADMന്റെ ഗൺമാൻ വരാൻ 45 മിനിറ്റ് ആണ് അവരവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അകത്ത് കിടക്കുന്നത് ഒരു മൃതദേഹമാണെന്ന് ഗൺമാൻ അറിയാം. ഗൺമാന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അപ്പൊ ഇത്ര ദുരൂഹമായ സംഭവങ്ങൾ നടന്നിട്ടും ആത്മഹത്യ എന്ന നിലയിൽ ഒരു വാർത്ത മെനഞ്ഞ് പോലീസ് മാധ്യമങ്ങൾക്ക് നൽകുന്നു. മാധ്യമങ്ങൾ അത് ആത്മഹത്യയാക്കി ആഘോഷിക്കുന്നു. ഈ സംശയം ശക്തമായി എന്റെ മനസ്സിൽ. അതുകൊണ്ട് മലയാളി വാർത്ത തന്നെയാണ് ഏറ്റവും അധികം ഇതൊരു കൊലപാതകം തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്യുന്ന. കൊലപാതകം എന്നുള്ളതിൽ നമുക്കപ്പോൾ മറ്റു തെളിവുകളൊന്നും, പക്ഷെ ആ കൊലപാതകം എന്നുള്ള ആ ഒരു സംശയം അവിടെ ജനിച്ചില്ല എങ്കിൽ ഇത് തീർച്ചയായിട്ടും ആത്മഹത്യയിലേക്ക് തന്നെ അങ്ങ് കൂപ്പുകുത്തും. ഉറപ്പായും. അപ്പോൾ എൻ്റെ ഒരു 1-2 അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചു. എല്ലാ മാധ്യമങ്ങളും ആത്മഹത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊലപാതകത്തിന് സംശയം കൊടുത്തുകൊണ്ട് വാർത്ത ചെയ്യുന്നത് ഒരു ശരിയാണോ എന്ന നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോഴും എനിക്കൊരു ഉള്ളിലൊരു ഭയമുണ്ട്. പക്ഷെ എൻ്റെ മനസാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊരു കൊലപാതകം തന്നെയാണ്, ഒരിക്കലും ഇതൊരു ആത്മഹത്യ ആവാനുള്ള സാധ്യതയില്ല. പിന്നീട് നമ്മുടെ തന്നെ ഇവിടെ നിന്ന് ജേർണലിസ്റ്റുകൾ മഞ്ജുഷയുടെ വീട്ടിലേക്ക്, നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വഭാവം അയൽക്കാരും വീട്ടുകാരും ഒക്കെ പറയുന്ന അനുസരിച്ച് ഒരിക്കലും ആത്മഹത്യയില്ല. കാരണം കുട്ടികളോടൊക്കെ ജീവിക്കാൻ വേണ്ട ശക്തമായ നിലപാടെടുക്കാൻ ഉപദേശിക്കുന്ന ആളാണ്. പ്രതിസന്ധികളിൽ തളരാതെ പോരാടാൻ ഉപദേശിക്കുന്ന ആളാണ്. മുൻപ് നമ്മുടെ ദിവ്യ അയ്യരെ പോലെയുള്ള കളക്ടർമാർ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഏത് പ്രതിസന്ധികളിലും നമുക്ക് ഉത്തരവാദിത്വപൂർവ്വം ഒരു ജോലി നിർവഹിക്കാൻ ഏൽപ്പിക്കാവുന്നതാണ്. ഇദ്ദേഹത്തെ ഇത്രയേറെ അംഗീകരിച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മാത്രമാണ് കുറിപ്പുകളിലൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാത്തത്. അദ്ദേഹവും നവീൻ ബാബുവും തമ്മിൽ ഒരുവിധ മാനസിക ഐക്യവും ഇല്ലായിരുന്നു എന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർ മൊഴി കൊടുത്ത് നമുക്ക് മുന്നിലുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടറേറ്റിലെ ജീവനക്കാർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അടിമുടി ദുരൂഹമായിരുന്നു തുടക്കം മുതൽ. പക്ഷേ മറുവശത്ത് ഇതൊരു ആത്മഹത്യയാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു ഗൂഢസംഘം വളരെ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലത് ആത്മഹത്യയാണോ എന്ന് FIR മുതൽ കൃത്യമായി പറയുകയാണ്. അപ്പൊ ആ FIR ബാക്കിയുള്ള ഒരു അന്വേഷണം നടത്താതെ FIR അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് FIR തുടങ്ങുന്നത് തന്നെ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഇദ്ദേഹം ഒരു മറുപടി പ്രസംഗം അവിടെ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്ന കാര്യം അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചടങ്ങ് നടക്കുമ്പോൾ മറുപടി പ്രസംഗം കൃത്യമായിട്ട് അവിടെ നടത്തിയിട്ടുണ്ടാവും. ഇതിന് പക്ഷേ മറുപടി പ്രസംഗം നടത്തിയിട്ടില്ലെങ്കിൽ അത് മറ്റൊരു അലങ്കോലപ്പെടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ഒരു മറുപടി പ്രസംഗം നടക്കുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അവിടെ നടന്ന എല്ലാ പേരുടെ കയ്യിലും അതുണ്ട്, ആ മറുപടി പ്രസംഗമുണ്ട്. ആ മറുപടി പ്രസംഗം ഭീതി കൊണ്ടായിരിക്കും ആരും പുറത്തു വിട്ടിട്ടില്ല. മറുപടി ഇദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്ന് കൂടി പറയുന്നില്ല. 2 പെൺമക്കളെയും ഒരു സ്ത്രീയെയും അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കടന്നു പോകണമെങ്കിൽ അദ്ദേഹം അത്രയ്ക്കൊരു വൃത്തികെട്ട മനുഷ്യനല്ല, ഹൃദയമുള്ളവനല്ല. അങ്ങനെ അതിന് പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല. സ്വാഭാവികമായിട്ട് ഇതൊക്കെ വരുന്നത് അട്ടിമറിയിലേക്ക് തന്നെയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മഞ്ജുഷയുടെ ഒരു മുഖഭാവമാണ്. മഞ്ജുഷ ആദ്യം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന് മുന്നിൽ കരഞ്ഞ് തളർന്നു നിൽക്കുന്ന ഒരു രൂപമുണ്ടല്ലോ, അത് നമ്മൾ തകർന്നു പോകാം ദൃശ്യം കാണുമ്പോൾ. പക്ഷെ പിന്നീട് അവരുടെ മുഖത്ത് ഒരു ഭാവം വരുന്നുണ്ട്, ഒരു ഉറച്ച ഭാവം, ഒരു പോരാട്ടത്തിന്. അതെ, ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ സംസാരിക്കുമ്പോഴും വളരെ കൃത്യതയോടെ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നില്ല. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത വിവരം പോലും ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് കേരളം കേൾക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ മഞ്ജുഷയുടെ ഒരു കരുത്ത് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം പൂക്കോട് വെറ്ററിനറി കോളേജില്. സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ നമ്മുടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചതിന് തൊട്ട് പിന്നാലെ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇവരുമായിട്ട് മഞ്ജുഷയായിട്ട് ഒന്ന് രണ്ട് തവണ ടെലിഫോണിലൊക്കെ സംഭാഷണം നടത്തി. അപ്പൊ ഞാൻ ഷീബയോട് പറഞ്ഞു, നവീൻ ബാബുവിന്റെ അതൊരു കൊലപാതകമെന്ന് തെളിയിക്കപ്പെടുമോ എന്നൊരു എൻ്റെ ഒരു ആശങ്ക ഷീബയുടെ അടുക്കൽ പറഞ്ഞപ്പോൾ ഷീബ വളരെ ഉറപ്പിച്ചു പറയുന്നു, നവീൻ ബാബുവിന്റെ കൊലപാതകങ്ങളെ മഞ്ജുഷ വെറുതെ വിടില്ല. ഞാൻ ചോദിച്ചാൽ എന്താ എത്ര ഉറപ്പ്? അപ്പൊ അവര് പറയുന്നു, ഞാൻ മഞ്ജുഷയായിട്ട് സംസാരിച്ചു, നിങ്ങൾ കരുതുന്ന ഒരു സ്ത്രീയല്ല അവര് ഭർത്താവിനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ തളർന്നു വീഴാതെ
ആ കൊലപാതകികളെ കണ്ടെത്തുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവര് ഒരു കാരണവശാലും പി ദിവ്യ എന്നല്ല, ഏത് കൊലപാതകയാണെങ്കിലും വെറുതെ വിടില്ല. അതിന്റെ തുടർച്ച നമ്മൾ ശ്രദ്ധിക്കണം. തഹസീൽദാർ ജോലി എനിക്ക് വേണ്ട, ഞാൻ കളക്ടറേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ട് ആയിട്ടിരുന്നോളാം, തഹസീൽദാരുടെ ജോലി എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ നേർക്കുനേർ CPM വെല്ലുവിളിച്ചാണ് അവർ ഹൈക്കോടതിയിൽ ചെന്നിട്ടുള്ളത്. നേർക്കുനേർ ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ്. തഹസീൽദാർ എന്നുള്ള നിലയിൽ ഇത്തരമൊരു ഘട്ടത്തിൽ CPM ആണ് നേരെ കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഇവരെ വേട്ടയാടും. അവർക്ക് ഒന്നുകിൽ ജോലി വേണ്ടാന്ന് വെക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിലെത്തും. എന്നാൽ കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ അവരെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അവർ വളരെ ബുദ്ധിശാലിയാണ് ഒരു വശത്ത്. മറുവശത്ത് അവർ പോരാടാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണ് ആ തഹസീൽദാർ പദവിയിൽ നിന്ന് അങ്ങ് മാറുന്നത്. കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിൽ എത്തുന്നത് വരെ അവർ കാത്തുനിന്നു. വളരെ തിടുക്കമൊന്നും കാട്ടിയില്ല. ആദ്യം പി ദിവ്യക്ക് ജാമ്യം കിട്ടുന്നു. വളരെ സമചിത്തതയോടെയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിന്നീട് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. അപ്പോഴും അവർ വളരെ ശ്രദ്ധയോടെ പ്രതികരിക്കുന്നു. ഒരു ജില്ലാ ഭരണ തലവൻ നവീൻ ബാബുവിനെതിരെ മൊഴി കൊടുക്കുന്നത് വ്യാജമൊഴി. പക്ഷെ അവർ കരുത്തോടെ പറഞ്ഞു അത് വ്യാജമൊഴിയാണ്. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയും ഭരണകൂടവും ഇപ്പോൾ നവീൻ ബാബുവിനെതിരെ ജില്ലാ കളക്ടർ പറയുന്നത് വ്യാജമൊഴിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന മഞ്ജുഷയ്ക്ക് മുന്നിൽ ആദ്യം ചെയ്യേണ്ടത് ആ ജില്ലാ കളക്ടറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ ഞങ്ങൾ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് വീൺവാക്ക് പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ മഞ്ജുഷ അവിടെയും ഒരിത്തിരി വിവേകം കാട്ടി. ഇത്തരമൊരു ഹർജി ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നതെങ്കിൽ ചേലക്കര അടക്കം കൈവിട്ടു പോയത്. കാരണം അത്ര വലിയ വികാരമാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് തീ പോലെയാണ് ആളി കത്തുന്നത് ഇപ്പോൾ. ശരിയല്ലേ? ഉറപ്പായും. കാരണം വെച്ചാൽ എന്റെയും താങ്കളുടെയും ഒരുപക്ഷെ മാധ്യമങ്ങളുടെ എല്ലാം മറവിയുടെ കയങ്ങളിലേക്ക് ഇത് നാളെ എത്തിപ്പെട്ടേക്കാം. പക്ഷേ കുടുംബത്തിന് അങ്ങനെയല്ല. കുടുംബത്തിന് ഒരിക്കലും അദ്ദേഹത്തോട് നീതി പുലർത്തേണ്ടത് ഇനി ഒരു പോരാട്ടത്തിൽ കൂടിയാണെന്ന് ആ സ്ത്രീക്ക് ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ സ്ത്രീ മുന്നോട്ട് പോയത്. പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് വാസ്തവത്തിൽ അവർക്ക് ഇനി ആവശ്യം എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ട എന്നല്ല. അപ്പോൾ കൃത്യമായും ഒറ്റയ്ക്ക് ഒരു പോരാട്ടം നയിക്കാൻ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് സാധ്യമല്ല എന്നും അവർക്കൊരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് വാസ്തവത്തിൽ ആ ഒരു സ്ത്രീക്ക്, ഞാൻ പറയുന്നു, ഉറപ്പായും തന്നെ ഈ പോരാട്ടവുമായി ആ സ്ത്രീ മുന്നോട്ട് പോയാൽ സമാനതകളില്ലാത്ത പിന്തുണ ആ സ്ത്രീക്ക് ലഭിക്കും, കൊടുക്കേണ്ടതുണ്ട്. അവിടെ കാല് ഇടറണം സർക്കാരിന്. കാരണം നമ്മുടെ ആശ്രയമായി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഭരണത്തിലേറുകയും ആർക്കൊപ്പമാണ് ഉള്ളത് എന്ന് വീണ്ടും വെളിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതുപോലെ കുരുതി കൊടുക്കുക, അതിന് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീയിൽ കൂടിയെങ്കിലും ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രണ്ടാമത്തെ ഭരണകൂടത്തിൽ ഇവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. ഒരുപക്ഷെ CBI വരുന്നതിലൂടെ ആയിരിക്കാം നാളിതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ കണ്ണൂർ CPM ഈ ചെറു ലോബിയുണ്ട്, വളരെ ക്രൂരന്മാരായ ഒരു ലോബിയുണ്ട്. അവർ സാധാരണ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നത് രാത്രികാലങ്ങളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരെ പുറത്തിറക്കി ഈ ഇത്തരം ഓപ്പറേഷൻസ് നടത്തി തിരികെ അവരെ കയറ്റിവിടുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അടക്കം CCTV പരിശോധിക്കണമെന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ CBI എത്തിയാൽ ഏതൊക്കെയോ തലകൾ ഉരുളും എന്നതിൽ സംശയമില്ല, ഒരു തർക്കവുമില്ല. കാരണം വെച്ചാൽ ഈ ഡിജിറ്റൽ തെളിവുകൾ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാനാവില്ല. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുപോലും നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും മുമ്പ് CBI അന്വേഷണം ത്വരിതഗതിയിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് കോടതിയിൽ മഞ്ജുഷയും കുടുംബവും വച്ചത്. അതിനെ സാധൂകരിക്കുന്ന ഉറപ്പായി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മഞ്ജുഷയോട് ആ ചോദ്യങ്ങളെ ന്യായീകരിക്കുന്ന സാധൂകരിക്കുന്ന ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ കോടതി ഉയർത്തിയത്. ഇതിനോടകം തന്നെ ഭരണത്തിന്റെ മൂലങ്ങളിൽ ഈ കോടതിയുടെ ചോദ്യങ്ങൾ ചെന്നടിച്ചിട്ടുണ്ടാവും. ഉറപ്പായും ചെന്നടിച്ചിട്ടുണ്ടാവും. അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേരള സമൂഹത്തിന് മുന്നിൽ. അതിന്റെ ഒരുക്കങ്ങൾക്കായിരിക്കാം ഇപ്പോൾ അവർ ആക്കം കൂട്ടുന്നത്. സമാനതകളില്ലാത്ത കുരുക്കിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. കാരണം CBI അന്വേഷണം വേണോ വേണ്ടോ എന്ന് സർക്കാരിനോട് നിലപാട് നേടിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഇവിടെ പിണറായി വിജയനും ഗോവിന്ദനും ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് മുൻപ് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച നിലപാട് അത് തന്നെയാണോ ഇപ്പോഴും തുടരുക? ഒരു കാരണവശാലും അത് അവർക്ക് പ്രഖ്യാപിക്കാനേ കഴിയുള്ളൂ. കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടത് പി ദിവ്യയെ മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ പ്രതിപ്പട്ടികയിൽ ഇനിയും പേര് വരാത്ത
വലിയ പ്രമുഖർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഇത് കൊലപാതകമാണെന്നും അത് നമുക്ക് അതൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നാളെ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ചില പ്രമുഖരുടെ പങ്ക് ഇതിനകത്ത് കൃത്യമായി ഈ കത്ത് CM ഓഫീസിലേക്ക് ചെന്ന കത്ത് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിലൊക്കെ തന്നെ ചില AK സെന്ററിലാണെന്ന് പോലും ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ പ്രമുഖരുടെ പങ്ക് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടെ കണ്ണൂരിലൊരു വിജിലൻസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള കഥകളും പറയുന്നു, ലാൻഡ് മാഫിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, ഒരുപാട് ദുരൂഹത. കാരണം ഇത് ചെറിയൊരു സ്ഥലത്തല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്. കണ്ണൂർ പോലെ ഉറച്ച പാർട്ടി ഗുണ്ട സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് അത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ ജാമ്യം കൊടുത്ത സമയത്ത് ഒരുപക്ഷെ കോടതിയുടെ കാര്യം നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ പക്ഷേ ജനം ആഗ്രഹിച്ചിരുന്ന കാര്യം, ചില കോടതികൾ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഇലക്ഷൻ സമയത്തൊക്കെ ചില മണ്ഡലങ്ങളിലേക്ക് ചില ആൾക്കാർ കയറിപ്പോയതെന്ന് പറഞ്ഞതുപോലെ കണ്ണൂരിലേക്ക് കയറിപ്പോയത് PP ദിവ്യ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ആശിച്ച ജനവും കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ അവർ കണ്ണൂർ തന്നെയുണ്ട്. എപ്പോഴും അട്ടിമറിച്ചാണ് PP ദിവ്യ ഉള്ളം കയ്യിൽ വെച്ച് പാർട്ടി നേതാക്കൾ കൊണ്ടുപോകും നമ്മൾ ദിവസവും കാണുന്നതാണ്. അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ദിവ്യയ്ക്ക് ഉപരിയായി മറ്റാരെങ്കിലും ഇതിനകത്ത് ഉറപ്പായും ഉണ്ടാകാനല്ലേ സാധ്യത. അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത്തരമൊരു വ്യാജ പരാതി ചെല്ലേണ്ടതില്ല. തിരുവനന്തപുരത്ത് വെച്ചാണ് തയ്യാറാക്കിയതെന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ബന്ധമുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു വ്യാജ പരാതി അത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കാൻ ഉത്തരവാദിത്വമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി ചെല്ലുമ്പോൾ അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഇല്ല. അന്വേഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാജ പരാതി ഉറപ്പായും വ്യാജ പരാതിയാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രങ്ങളിൽ ഒന്ന് വളരെ സുന്ദരമായ സ്കെച്ചുകൾ ഇട്ടുകൊണ്ട് ഇത് ഇങ്ങനെ കടന്നുപോയി അങ്ങനെ കടന്നുപോയി എന്ന് പറയുന്നു. ആ പത്രത്തെ കൂടി പ്രതി ചേർത്തുകൊണ്ട് പട്ടികയിൽ ചേർത്തുകൊണ്ട് വേണം അന്വേഷിക്കാൻ. അദ്ദേഹത്തിന്റെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയട്ടെ. ഇതുപോലൊരു പത്രം പറയും, മുൻനിര പത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിലേക്ക് ആരാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് വഴി ഒരുക്കിയതെന്ന് നമുക്കറിയണ്ടേ. തീർച്ചയായിട്ടും. അപ്പോ അതിലപ്പുറത്ത് നമ്മുടെ ആ മഞ്ജുഷയുടെ ഒരു പോരാട്ട വീര്യം അതാണ് നമ്മെ കൂടുതൽ കേരളത്തെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഈ മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥ നമ്മൾ ഓർത്തെടുക്കുന്നത് അവിടെയാണ്. കണ്ണകി ഭർത്താവ് ഗോപാലൻ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞ് പാണ്ഡ്യരാജാവ് പിടിച്ചുകൊണ്ടു പോകുന്നു. അന്ന് കണ്ണകിയുടെ ഒരു ചിലമ്പ് ഒരു തട്ടാന്റെ അടുക്കൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പക്ഷേ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിലമ്പ് ഈ തട്ടാൻ മോഷ്ടിച്ചു. അപ്പോൾ തന്റെ ചിലമ്പില് പവിഴമുണ്ട് എന്നാണ് കണ്ണകി ഭർത്താവിനോട് പറഞ്ഞിരുന്നത്. അപ്പൊ ഗോപാലൻ പാണ്ഡ്യരാജാവിന്റെ മുന്നിൽ ഗോപാലനെ ഭടന്മാർ കെട്ടി ഈ തട്ടാൻ ഇട്ടുകൊടുത്തതാണ്. തട്ടാന്റെ അടുക്കൽ ഈ ചിലമ്പ് വിൽക്കാൻ ചെന്നപ്പം തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഗോപാലനാണ് കള്ളൻ എന്ന് പറഞ്ഞ് പട്ടാളക്കാർക്ക് ഗോപാലനെ പിടിച്ചു കൊടുത്ത് കൊട്ടാരത്തിൽ രാജാവിനോട് വിവരം പറഞ്ഞു തട്ടാൻ. അങ്ങനെ വിചാരണ നടത്തുന്നു. ഗോപാലൻ കള്ളനാണെന്ന് രാജാവ് വിധിക്കുന്നു. ഗോപാലനെ അപ്പോൾ തന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. കണ്ണകി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു വരുന്നു. ആ ചിലമ്പ് തട്ടിപ്പറിച്ചെടുത്ത് എറിഞ്ഞുടയ്ക്കുന്നു. അപ്പോൾ പവിഴം ചിതറിയെന്നാണ്. അപ്പൊ പവിഴം ആ ചിലമ്പിൽ നിന്ന് ചിതറിയപ്പോൾ രാജാവിനും രാജ്ഞിക്കും തങ്ങൾ എത്രമാത്രം തെറ്റ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായി. പശ്ചാത്താപത്താൽ മരിച്ചു. പക്ഷെ അവിടെ നിന്ന് കണ്ണകിയുടെ കോപം തീർന്നില്ല. അവർ പിന്നീട് മധുര നഗരം ചുട്ടരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ വഴി കൊടുങ്ങല്ലൂരിലേക്ക് ഉള്ള യാത്ര, ആ മധുര നഗരം ചുട്ടരിക്കുന്നതിന് മുൻപ് തന്റെ മുല പിഴുതെറിഞ്ഞ് നഗരം ചുട്ടരിച്ചു എന്നാണ്. അത്ര കോപാഗ്നിയാണ്. തന്റെ ഭർത്താവ് നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ അന്നിറങ്ങിയ ആ കണ്ണകി ഇന്ന് ആറ്റുകാലമ്മയായിട്ട് കേരളത്തിലെ ഭക്ത സമൂഹം ആരാധിക്കുന്നു. അപ്പൊ അത്തരം ഐതിഹ്യങ്ങളുടെ ഇത്തരം വിശ്വാസങ്ങളുടെ നാടാണ്. അവിടെയാണ് കരുത്തോടെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ ഒരു നീതിക്ക് വേണ്ടിയിട്ട്, നവീൻ ബാബു മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പാതി ജീവൻ അവിടെ ഉണ്ട്. മഞ്ജുഷയിലൂടെ ഇപ്പോൾ നമ്മളത് കാണുന്നു. ദൈവത്തിന്റെ ഇടപെടലുകളുണ്ട്. ആ കുടുംബം എത്രമാത്രം വേദന അനുഭവിക്കുന്ന അത്രത്തോളം അവർ കരുത്ത് നേടിയിരിക്കുന്നു പോരാട്ടത്തിന്. ഇനി വരുന്ന നാളുകളിൽ ഒരുപക്ഷെ നാളെ ദൂരെയും ഭർത്താവിന്റെ കീഴിലായിരുന്നുവെങ്കിൽ പോലും പൊടുതലുള്ള അദ്ദേഹത്തിന്റെ വേർപാട് ഈ സ്ത്രീക്ക് ഒരു ഇരട്ടി വീര്യം അവര് സമാഹരിച്ചിട്ടുണ്ടാവും. ആ വീര്യമാണ് ഇപ്പോൾ കോടതിയിൽ വക്കീൽ വഴി നമ്മൾ കണ്ട വാദങ്ങൾ എന്ന് പറയുന്നത്. നാളെ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പിന്തുണയും ആ സ്ത്രീക്ക് സമാനതകളില്ലാത്ത പോരാട്ടത്തിലേക്കുള്ള വലിയ തോതിലുള്ള പിന്തുണ ഓരോ കേരള സമൂഹത്തിൽ പൊതുസമൂഹം ചെയ്താൽ മാത്രമേ കേരളത്തിൽ ഇനി ഒരു വലിയ വ്യത്യാസം സംഭവിക്കാനിടയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം പോരാടുന്നത് പിന്നെ ഒരു വലിയ പ്രസ്ഥാനത്തോടാണ്. അതുകൊണ്ടാണ് വലിയൊരു മാഫിയ സംഘത്തോട്. അതറിഞ്ഞ് ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. തീർച്ചയായിട്ടും. വളരെ നന്ദി ഡോക്ടർ ശിവപ്രസാദ്.